എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അദ്ദേഹത്തിലെ മനുഷ്യത്വവും അതിൻ്റെ ഭാഗമായ ജീവകാരുണ്യ മനോഭാവം. കേരളത്തിൽ പ്രളയ ദുരന്തമുണ്ടായപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്കുള്ള തൻ്റെ സംഭാവനയുമായി മോഹൻലാൽ നേരിട്ട് വന്നത് ഓർമ്മിക്കും. ഇവിടെ വയനാട് ദുരന്തമുണ്ടായപ്പോഴും ആദ്യം തന്നെ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സഹായം പ്രഖ്യാപിച്ചവരുടെ നിരയിലാണ് ശ്രീ മോഹൻലാൽ. കേരളത്തെയും കേരളീയരെയാകെയും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന കേരളീയനായ ഈ കലാകാരൻ എല്ലാ ഘട്ടത്തിലും അഭിനയകലയിൽ അത്യപൂർവം പേർക്ക് മാത്രം അളന്നു കുറിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഔന്നത്യങ്ങളിലേക്ക് എത്താൻ സാധിച്ചു. ഈ അഭിനയ പ്രതിഭയ്ക്ക് ശ്രീകുമാരൻ തമ്പിയുടെ നാമധേയത്തിലുള്ള പുരസ്കാരം നൽകുന്നത് അർഹതയ്ക്കുള്ള അംഗീകാരമായി തുടങ്ങി നിൽക്കും. ജീവിതമാകെ കലയ്ക്കായി സമർപ്പിച്ചാൽ മാത്രമേ കലയിൽ അത്യുന്നത തലങ്ങളിലേക്ക് ഉയരാൻ സാധിക്കും. കലാരംഗത്തേക്ക് കടക്കുന്ന പുതുതലമുറക്കാർക്ക് ഈ സന്ദേശം പകർന്നു നൽകുന്ന ജീവിതത്തിൽ ഉടമകളാണ് ശ്രീകുമാരൻ തമ്പിയും മോഹൻലാലും. ചലച്ചിത്രം ഈ കാലത്തിന്റെ ഏറ്റവും വലിയ ജനകീയ മാധ്യമമാണ്. ഇത്ര ശക്തമായും വിപുലമായും മറ്റേതെങ്കിലും ഒരു കല ഇന്ന് ജനങ്ങളെ സ്വാധീനിക്കുന്നു എന്ന് പറയാനാവില്ല. അതിലെ ഓരോ അംശവും ജനമനസ്സുകളെ ബാധിക്കും. മനസ്സുകളെ മലിനമാക്കുന്ന അംശങ്ങൾ സിനിമയിലായാലും സിനിമാ രംഗത്തായാലും ഉണ്ടാകുന്നില്ലെന്ന് ഉറപ്പാക്കേണ്ട വലിയ ഉത്തരവാദിത്വം അതുകൊണ്ട് തന്നെ ആ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കുണ്ട്. ജനങ്ങൾ നൽകുന്ന വലിയ സ്നേഹവും ആരാധനയും ഒക്കെ അവർക്ക് ധാർമ്മിക മൂല്യങ്ങൾ പകർന്നു കൊടുക്കുന്ന തരത്തിൽ തിരിച്ചു കൊടുക്കാനുള്ള ചുമതലയും കടമയും മൂലാവകാശത്തിനും അഭിമാന സംരക്ഷണത്തിനും വേണ്ടി സർക്കാർ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് കൈക്കൊള്ളുന്നതിന് ചെയ്യും. അവർക്ക് നിർഭയമായി കലാപരമായ കഴിവുകൾ തെളിയിക്കുവാൻ കഴിയുന്ന സുരക്ഷിതത്വമുള്ള വിധത്തിൽ കലാരംഗത്തെ ശുദ്ധീകരിച്ചെടുക്കാൻ പ്രതിജ്ഞാബദ്ധമാണ് സംസ്ഥാന സർക്കാർ എന്നറിയിക്കുന്നത്. ചലച്ചിത്ര രംഗത്തിന്റെ വികസനം മുന്നിൽ കണ്ടുകൊണ്ട് കാര്യമായ ഇടപെടലുകളാണ് സംസ്ഥാന സർക്കാർ നടത്തി വരുന്നത്. ഇതിന്റെ ഭാഗമായി നടത്തുവരുന്ന പ്രവർത്തനങ്ങൾ വിവിധ തലങ്ങളിലുള്ളതാണ്. ചിത്രാഞ്ജലി സ്റ്റുഡിയോ കോംപ്ലക്സിന്റെ വികസന പ്രവർത്തനം ആദ്യഘട്ടത്തിൽ 70 കോടി രൂപ അനുവദിച്ചു 80 കോടി രൂപ ചെലവഴിച്ചുള്ള രണ്ടാം ഘട്ട വികസന പ്രവർത്തനങ്ങളുടെ വിശദ പദ്ധതി രൂപരേഖ തയ്യാറാക്കി വരികയാണ്. തലമുറകളുടെ യൗവന സങ്കല്പങ്ങളെ ആലോചിച്ച് കവിഭാവനകൾ സൃഷ്ടിച്ച പ്രതിഭാധനങ്ങൾ എനിക്ക് അദ്ദേഹവുമായി ചില അദൃശ്യ ബന്ധങ്ങളുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഗുരുവായും ജ്യേഷ്ഠനുമായും ഒക്കെ അദ്ദേഹം വഴികാട്ടിയാൽ അങ്ങനെ മുന്നിലുണ്ടായിരുന്നു. ചെറുപ്പത്തിൽ അദ്ദേഹത്തിന്റെ കാലങ്ങളിൽ ആകാശവാണിയിൽ കേട്ടതും പാടിയതുമൊക്കെ എപ്പോഴും ഓർക്കുന്നു. അങ്ങനെ വളർന്ന ഒരു സമൂഹത്തിൽപ്പെട്ട ആളാണ് ശ്രീകുമാരൻ തമ്പി അത്യാവശ്യം, ശ്രീകുമാരൻ തമ്പി ദക്ഷിണാമൂർത്തി, ശ്രീകുമാരൻ തമ്പി ദേവരാജൻ, ശ്രീകുമാരൻ തമ്പി എം എസ് കൃഷ്ണനാഥൻ തുടങ്ങിയ കൂട്ടുകെട്ടുകളിലെ മനോഹര കാര്യങ്ങളാണ് നമ്മളൊക്കെ കുട്ടിയായത് പാടിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാവുന്ന നാടിനെ പറ്റിയും ഉത്സവങ്ങളെ പറ്റിയും നമുക്കറിയാവുന്ന ആളുകളെ പറ്റിയും നമുക്കറിയാവുന്ന ബന്ധങ്ങളെ പറ്റിയും ബന്ധനങ്ങളെ പറ്റിയും ഒക്കെ അദ്ദേഹം എത്രയോ മനോഹരമായ കാര്യങ്ങൾ ഇതെല്ലാം ചില ഉദാഹരണങ്ങൾ മാത്രമാണ് പറയുന്നത്. പുഷ്പമേ ഉള്ള കാലം വാൽക്കണ്ണി മനപുഷ്പം ചെയ്യും ചെമ്പലത്തെ മാനസത്തിൽ ഇതൊക്കെ കവിച്ചാലില്ലാതെ ആർക്കാണ് എന്തായാലും കഴിയാൻ. നിങ്ങളുടെ കാലത്തെ കനകാലങ്ങളുടെ ഉത്സാഹം എന്നതൊക്കെയാണ് കവിച്ചാൽ അറിയപ്പെടുന്നത്. സാരപ്പിണ്ണകൾ തന്നെയാണ് വിശ്വസിക്കുന്നത്.
ഞാൻ അഭിനയ രംഗത്ത് വന്ന കാലത്താണ് ദാസേട്ടൻ്റെ യേശുദാസ് അദ്ദേഹത്തിൻ്റെ കരങ്കിടി കാസറ്റിന് വേണ്ടി തമിഴ്നാടിൻ്റെ ഉത്സവ ഗാനങ്ങളും ഓണപ്പാട്ടുകളും കേരളത്തിൽ സിനിമാ ഗാനങ്ങളെ പരിശീലിച്ച് തരംഗമാണ്. മലയാള ചലച്ചിത്ര ഗാനങ്ങൾക്ക് പുറത്ത് ശക്തമായ ലളിതഗാന പാരമ്പര്യത്തിന് വേണ്ടി സംഭാവന നൽകി. അദ്ദേഹം കഥയുടെ സംവിധാനം ചെയ്ത ബന്ധുക്കൾ ശബ്ദക്രമ ചിത്രത്തിൽ അദ്ദേഹം തന്നെ വിരിച്ച സംഗീത സംവിധാനം ചെയ്ത ഗാനങ്ങൾ വിൽപ്പനയെ റെക്കോർഡിട്ട് മലയാളത്തിൽ ഗോൾഡൻ ബെസ്റ്റ് ബഹുമതി നേടി. 1982 തമിഴ്നാട് നിർമ്മിച്ച് തിരക്കഥ സംവിധാനം ചെയ്ത എനിക്കും ഒരു ദിവസം എന്ന സിനിമയിലാണ് എന്നെ അദ്ദേഹം അഭിനയിക്കുന്നത്. അന്ന് തുടങ്ങിയതാണ് അക്കാലത്ത് ഞാൻ ചെറിയ വേഷങ്ങളിൽ പ്രതിനായക വേഷങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഞാൻ നായകനാകുന്ന ആദ്യ ചിത്രങ്ങളിലൊന്നാണ് എനിക്ക് ഒരു ദിവസം. തൊട്ടടുത്ത വർഷം നസീർ സാറും മധു സാറും ഒക്കെയാണ് ആദ്യം കേൾക്കുന്ന മൾട്ടിസ്റ്റാർ ചിത്രത്തിൽ എനിക്ക് പ്രാധാന്യമുള്ള വേഷം അദ്ദേഹം തന്നു. 1986 അദ്ദേഹങ്ങളെ കുറിച്ചെഴുതി രവീന്ദ്രൻ മാഷിന്റെ സംഗീതത്തിൽ അനശ്വര ഗാനങ്ങളുള്ള യുവജനോത്സവം പുറത്തുവരുന്നത്. 1990 അദ്ദേഹത്തിൻ്റെ ഭൂമിക അന്തരിച്ച ഡിനീസ് ജോസഫ് സംവിധാനം ചെയ്ത അപ്പോഴും ഞാനായിരുന്നു നായകൻ. എൻ്റെ ഗാനങ്ങൾ കൂത്തമ്പലത്തിൽ വെച്ചോ വെച്ചോ അപ്പൂരെ പാട്ടുകൾ അതെല്ലാം മറക്കാനാവാത്ത ഗാനങ്ങളാണ്. തമിഴ്നാട്ടിൽ പറയുമ്പോൾ സിനിമാ നടൻ എന്ന നിലയ്ക്ക് എനിക്ക് കിട്ടിയ മഹാസൗഭാഗ്യങ്ങളിലൊന്നാണ് അദ്ദേഹം എൻ്റെ ഗാനങ്ങൾക്ക് ചുണ്ടലക്കി അല്ലാതെ എനിക്ക് രക്ഷപ്പെടാനായത്. പാടാം നമുക്ക് പാടാം വേണ്ടൊരു പ്രേമഗാനങ്ങളുടെ കാലത്തെ അതിജീവിച്ച എത്രയോ ഗാനങ്ങൾ സംവിധാനം ചെയ്യാത്ത ചില സിനിമകളിലെ ഹിറ്റ് ഗാനങ്ങളിൽ എനിക്ക് അഭിനയിക്കാൻ സാധിച്ചു. അതുപോലെ തന്നെയാണ് പത്മരാജൻ സംവിധാനം ചെയ്ത് തൂവാനത്തുള്ളിലുള്ള പാട്ടുകൾ മേഘം തുടങ്ങി ഒന്നാം രാഗം പാടി ഒക്കെ മലയാളികളുടെ ചുണ്ടിലേക്ക് പാടുന്ന ഗാനങ്ങൾ. അദ്ദേഹത്തിന് കീഴിൽ അഭിനയിച്ചിട്ടുള്ളപ്പോഴും അടുത്ത് ഇടവരുകയും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം കൊച്ചുകുട്ടികളുടെ മനസ്സാണ്. കളങ്കമില്ലാത്ത മനസ്സ്. അതിന് പെട്ടെന്ന് ചൂടാവും, ചെറിയ കാര്യത്തിൽ പെടണം, അതിന് വേഗവും ഇണങ്ങും. ഒരു കൂടെ പിറപ്പിനോടെന്നാണ് സ്വാതന്ത്ര്യത്തിലൂടെ അദ്ദേഹം എന്നോട് പെരുമാറിയിട്ടുള്ളൂ. എന്നെ വഴക്ക് പറയാറുള്ള ജ്യേഷ്ഠ സഹോദരന്റെ സ്വാതന്ത്ര്യം എനിക്ക് തോന്നിയിട്ടുണ്ട്. തുറന്ന് ഞാൻ പറയുന്ന വിട്ടുവീഴ്ചയില്ലാത്ത സമീപനങ്ങളാണ് ഇതിൻ്റെ വ്യത്യസ്തനാണ്. നിർമ്മിച്ച സിനിമകളിലും സംവിധാനം ചെയ്ത സിനിമകളിലും തൻ്റെ ബോധ്യങ്ങളിൽ നിന്ന് അണിവിട വഴിമാറി നടത്താൻ തയ്യാറായിട്ടില്ല. ആർക്കും മുന്നിൽ ഒട്ടും വളക്കാത്ത തലപ്പൊട്ടും പ്രകടിപ്പിക്കുന്നതാണ്. അതിൻ്റെ അഹങ്കാരമായി കണ്ടിട്ടുള്ള ആളുകളുണ്ടാകും. പക്ഷെ അത് തന്നെയുള്ള ആത്മവിശ്വാസമായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഫൗണ്ടേഷൻ ഈ പുരസ്കാരം ഏറ്റുവാങ്ങുമ്പോൾ ഞാൻ കൂടുതൽ വിദ്യാർത്ഥികളാണ്. അത് തമിഴ്നാട്ടിൻ്റെ കുട്ടികളോടുള്ള കരുത്ത ആരാധന കൊണ്ടും എന്നെ ഞാനാക്കി ഒരു പങ്ക് വലിച്ചു എന്നുള്ള കടപ്പാടും ബഹുമാനവും കൊണ്ടും അതിലേറെ ഈ പുരസ്കാരം ഏറ്റുവാങ്ങാൻ സാധിച്ചതിനുള്ള അഭിമാനമാണ്. ചെറുപ്പം ജീവിച്ചിരിക്കാനാവുന്ന നമ്മുടെയൊക്കെ സുഹൃതമാണ് എന്ന് വിശ്വസിക്കുന്നതാണ്. അത്തരത്തിലൊരു മനീഷിയാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. 1000 പൂർണ്ണചന്ദ്രന്മാരെ കാണാനുള്ള എന്ന ആയുസിൻ്റെ പുണ്യമായാണ് നാം കണക്കാക്കുന്നത്. ശ്രദ്ധാഭിഷേകനാകുന്ന ബഹുമാനപ്പെട്ട ശ്രീകുമാരൻ സാറിന് ആയുരാരോഗ്യ സൗഖ്യം നൽകി ജഗദീശ്വരൻ ഗ്രഹിക്കട്ടെന്നും ഇനിയും അർത്ഥസമ്പുഷ്ടമായ വ്യക്തികളാൽ നമ്മെ സന്തോഷിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സാറിന് സർവ ഐശ്വര്യങ്ങളും നേർന്നുകൊണ്ട് ഈ പുരസ്കാരം നിറഞ്ഞ മനസ്സും ഞാൻ സ്വീകരിക്കുന്നു. ഇതിനെൻ്റെ തിരഞ്ഞെടുത്ത എല്ലാവർക്കും പ്രത്യേകിച്ച് പ്രിയപ്പെട്ട സംവിധാനത്തെ നന്ദി പറയുന്നത്. എടുത്തു പറയാവുന്ന മറ്റൊരു പേരാണ് ഞാനിപ്പോൾ ഒരു സമ്മാനമായിട്ട് കല്ലൂർ ശശി. അദ്ദേഹം വളരെയധികം ഇതിന് എന്നെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു. പല പ്രാവശ്യവും എനിക്കത് സാധിച്ചില്ല.
കൂടി എല്ലാവർക്കും ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഇതിന് സാക്ഷ്യമായിരിക്കുന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. ഈ വേദിയിലും സത്സംഗരായ നല്ലൊരു രാത്രി നടന്നുകൊണ്ട് ഞാൻ നടത്തുന്നു. ജയ്.